ധനഹ 4-ാം ബുധൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. നല്ല ഇടയൻ. ശാരീരിക വൈകല്യം ദൈവശാപമല്ല, ദൈവത്തിന്റെ മഹത്വം ദർശിക്കാനുള്ള അവസരമാണ് എന്ന് യേശു പറയുന്നതും അവന് സൗഖ്യം നൽകുന്നതും അവർ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നതുമൊക്കെയാണ് അധ്യായം 9-ൽ നാം വായിക്കുന്നത്. ജനങ്ങൾക്ക് ദൈവത്തെ കാട്ടിക്കൊടുക്കേണ്ട ഇസ്രായേൽ ജനത്തോടാണ് നല്ലിടയൻ ഉപമ പറയുന്നത്. ജീവൻ ബലി കഴിച്ചും ആടുകളെ സംരക്ഷിക്കുന്നവൻ നല്ല ഇടയൻ. ആടുകൾ അവന് സ്വന്തമാണ്. അവന്റെ സ്വരം ആടുകൾ തിരിച്ചറിഞ്ഞ് കൂടെ പോകുന്നു. അവൻ നല്ല മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് അവയെ കുറിച്ച് ഞാൻ നയിക്കുന്നു. നിങ്ങൾ എൻ്റെ ആടുകളാണ്, എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ. ഞാൻ നിങ്ങളുടെ ദൈവമാണ്. വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഓടിപ്പോകുന്നവനാണ് കൂലിക്കാരൻ. ആടുകൾ അവന് സ്വന്തമല്ല. വ്യക്തിപരമായ ബന്ധമില്ലാത്തതിനാൽ ആടുകൾ അവനെ അനുഗമിക്കുന്നില്ല, ഓടിപ്പോകുന്നു. സൂത്രത്തിൽ ആട്ടിൻ ആലയിലേക്ക് കടന്നുവന്ന് ആടുകളെ മോഷ്ടിക്കുന്നവൻ കള്ളൻ. കള്ളൻ കടന്നു വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനുമാണ്. യേശുവിന്റെ സ്വരം കേട്ടിട്ടും ശ്രവിക്കാത്തവരൊക്കെ കൂലിക്കാരോ കള്ളന്മാരോ ആണ്. അവന്റെ വിളിയുടെ സ്വരം പുതിയ നിയമം മുഴുവൻ അവന്റെ സ്വരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ സ്വരം ശ്രവിക്കുന്നവർ അവനെ അനുഗമിക്കുന്നു. അവൻ അവയെ നല്ല പച്ചപ്പുള്ള മേച്ചിൽ സ്ഥലത്തേക്ക് നയിക്കുന്നു. അത് സ്വർഗമാണ്. നാം ഓരോരുത്തരും മറ്റുള്ളവരെ നേർവഴി നടത്തുന്നു. നല്ല ഇടയന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും.